നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏയ് വേണ്ട, വയ്യെങ്കി എണീക്കണ്ട. തല്ലിയതാരാന്ന് മനസ്സിലായോ? ആ വിശാലും ഇരുട്ടും. മറ്റേതിന്റെ തിരിച്ചടിയാ. പേഴ്സ് കൊടുത്ത് വിട്ടില്ലേ, അതിന്റെ തിരിച്ചടി. എന്നാലും ഇതിന്റെ പിന്നെ ഞാനാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായെന്നാ എനിക്ക് പിടികിട്ടാത്തത്. പൊന്നുമണി പറഞ്ഞതായിരിക്കും. എന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നാ അവള് പറഞ്ഞത്. ചിലപ്പോ ഊഹിച്ചെടുത്തായിരിക്കും. അന്ന് എന്നെയും പൊന്നുമണി ഒരുമിച്ച് കണ്ടിരുന്നല്ലോ അക്ഷര. അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കും. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ കരുതിയത് നിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. അതിന് തങ്കച്ചി അവർ രണ്ടുപേരുണ്ടായിരുന്നു. വിശാൽ അഭ്യാസിയ. ഇരുട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അവർക്കിടയിൽ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം തങ്കച്ചിക്ക് വേണ്ടിയാ. അതെനിക്കറിയാം. നീ വിഷമിക്കണ്ട, നിന്റെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. ചെലവ് മാത്രം പോരാ, കുറച്ച് കാശും കൂടി തരണം. അതൊക്കെ തരാം. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അതും കൂടി എനിക്കറിയണം. തിരിച്ചടിക്കാതിരുന്ന അത് മോശ. നീ ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കും. അത് നിനക്ക് ക്ഷീണ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ തിരിച്ചടിക്കാനാ തങ്കച്ചി? വീണ്ടും ഇടിയുള്ളൂന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തല്ലണമെന്ന് ഞാൻ പറഞ്ഞോ? അതല്ലാതെ തിരിച്ചടിച്ചൂടെ? അതല്ലാതെ എങ്ങനെ? പോലീസിനെ വിവരം അറിയിക്കണം. 2 പേർക്കും എതിരെ വധശ്രമത്തിന് കേസെടുക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. പോലീസ് അത് വേണോ? വേണം. അതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. നീ മാന്യനാണെന്ന് എല്ലാവരും വിചാരിക്കും. എന്ന് വെച്ചാ നിത്യയും നിത്യയുടെ വീട്ടുകാരും വിചാരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിനക്ക് നല്ലതല്ലേ? അത് നല്ല. അപ്പോ പരാതി കൊടുക്കല്ലേ? കൊടുക്കണം. ഒരു കണക്കിന് നീ ഇവിടെ അഡ്മിറ്റ് ആയത് നന്നായി. പരാതിക്കൊരു ബലം കിട്ടുമല്ലോ. ദേഹം ആസകലം വേദന. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഏതെങ്കിലും ആയുർവേദ ആശുപത്രി പോയി എണ്ണത്തോണി കിടക്കാൻ. അതിനുള്ള ചെലവ് ഞാൻ തരണമായിരിക്കും. പിന്നെ വേണ്ടേ? ഞാനീ സഹിക്കുന്ന മുഴുവനും ആർക്ക് വേണ്ടിയാ? തങ്കച്ചിക്ക് വേണ്ടിയാ. ശരി ശരി, വേഗം പരാതി എഴുതി കൊടുക്ക്.